നേരത്തെ പറഞ്ഞിരുന്നത് ആദ്യം കോടതിയിൽ ഹാജരാക്കിയിട്ട് അതിനുശേഷം തെളിവെടുപ്പ് എന്നായിരുന്നു. പക്ഷേ പിന്നീട് അത് മാറ്റി ആദ്യം സെൻട്രൽ ജയിലിൽ എത്തിച്ച് തെളിവെടുത്തതിന് ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും കോടതിയിലേക്ക് തന്നെ സെൻട്രൽ ജയിലിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഗോവിന്ദച്ചാമിയുള്ള വണ്ടിക്ക് പുറകിൽ തന്നെ ഉണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാനാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ വണ്ടിയിൽ അതീവ സെക്യൂരിറ്റി, QRTയുടെയും കമാൻഡോസിൻ്റെയും അടക്കം അതീവ സെക്യൂരിറ്റിയോടുകൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നേരത്തെ അടക്കം ഗോവിന്ദച്ചാമിയെ ആക്രമിക്കാൻ ശ്രമം നടന്നിരുന്നു. അതിൻ്റെ ഭാഗമായാണ് കനത്ത സുരക്ഷ ഉറപ്പുവരുത്തുന്നത് എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ഏതായാലും അല്പസമയം ഇപ്പോൾ വനിതാ കോളേജിന് സമീപം, കൃഷ്ണമേനോൻ വനിതാ കോളേജിന് സമീപത്ത് എത്തിയിരിക്കുകയാണ് ഗോവിന്ദച്ചാമിയെയും കൊണ്ടുള്ള വാഹനം. അല്പസമയം ഒരു 200 മീറ്ററിനപ്പുറത്ത് മാത്രമാണ് ജയിൽ. അവിടേക്ക് എത്തിക്കും. അതിനുശേഷം ആയിരിക്കും കൂടുതൽ തെളിവെടുപ്പടക്കം നടത്തുക. ഈ വാഹനത്തിൽ, അതായത് ഈ കാണുന്ന വാഹനത്തിലാണ് ഗോവിന്ദച്ചാമി ഇപ്പോൾ ഉള്ളത്. അയാളെയും കൊണ്ടാണ് വാൻ, അതായത് പോലീസ് വാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ജയിലിലേക്ക് എത്തും. സെൻട്രൽ ജയിലിൽ എത്തിക്കുന്ന ഗോവിന്ദച്ചാമിയെ വിശദമായ ചോദ്യം ചെയ്യലിനായിരിക്കും. അതാണ്, വിശദമായ ചോദ്യം ചെയ്യലാണ് നടക്കേണ്ടതുള്ളത്. ജയിൽ അധികൃതരുടെയും കാവൽക്കാരുടെയും എല്ലാം കണ്ണുവെട്ടിച്ച് വളരെ നിസാരമായി ജയിൽ ചാടിയ ഒരു കൊടും ക്രിമിനലിനെ ഇപ്പോൾ വലിയ പോലീസ് സന്നാഹം ഇപ്പോൾ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. സാനിയോ, ഇതിലിപ്പോൾ ഗോവിന്ദച്ചാമിയെ തെളിവെടുപ്പ് നടത്തുമ്പോൾ തന്നെയും ഈ ജയിൽ അധികൃതർക്ക് സംഭവിച്ചിട്ടുള്ള ഗുരുതര വീഴ്ച, അതിൽ പ്രാഥമികമായ നടപടികളെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അവരുടെ കൂടി മൊഴിയെടുക്കുന്നതിലേക്കൊക്കെ കടക്കേണ്ടതുണ്ടല്ലോ. ഈ ഗോവിന്ദച്ചാമിയെ തന്നെ ആ ജയിലിലുള്ള അധികൃതരുടെ സാന്നിധ്യത്തിൽ തന്നെ തെളിവെടുപ്പ് നടത്താനുള്ള ഒരു ഘട്ടത്തിലേക്ക് കടക്കും. ഇപ്പോഴിതാ ജയിലിലേക്ക് എത്തിയിരിക്കുകയാണ് ഗോവിന്ദച്ചാമിയെയും കൊണ്ട് പോലീസ് സന്നാഹം. വലിയ സുരക്ഷയിൽ തന്നെയാണ് ഈ കൊടും ക്രിമിനലിനെ ഇപ്പോൾ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെ വെച്ച് വലിയ തെളിവെടുപ്പിലേക്ക് കടക്കേണ്ടതുണ്ട്. കൃത്യമായി കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ തന്നെ ഗോവിന്ദച്ചാമി പല കാര്യങ്ങളും ഏറ്റുപറഞ്ഞു. താൻ എത്ര കാലത്തോളമായി ഇത് ആസൂത്രണം ചെയ്യുന്നു, ഏതൊക്കെ രീതിയിൽ അത് നടപ്പിലാക്കി, ഇനി അറിയേണ്ട ചില ചോദ്യങ്ങൾ, ഇതിനാരൊക്കെ സഹായം ചെയ്തിട്ടുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. അർജുൻ കല്യാട് കൂടി ചേരുകയാണ്. അർജുൻ, വലിയ പോലീസ് സന്നാഹത്തിൽ കൂടെ ഗോവിന്ദച്ചാമി ഇപ്പോൾ സെൻട്രൽ ജയിലിൽ എത്തിയിരിക്കുകയാണ്. ഇനി തെളിവെടുപ്പ്, അതല്ലേ നടപടി? തീർച്ചയായിട്ടും ഇനിയിപ്പോൾ തെളിവെടുപ്പതിന് ശേഷമായിരിക്കും കോടതിയിലേക്ക് ഹാജരാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സെൻട്രൽ ജയിലിലേക്ക് ഈ ഗോവിന്ദച്ചാമിയെ എത്തിക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. വലിയ വാഹനത്തിലാണ് ഗോവിന്ദച്ചാമിയെ ഇവിടത്തേക്ക് എത്തിച്ചത്. പോലീസിൻ്റെ വാനാണ്. ആ വാനിലാണ് ഗോവിന്ദച്ചാമിയെ ജയിലിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ ഗോവിന്ദച്ചാമി ഇതിൽ നിന്നും, അതായത് പോലീസ് വാനിൽ നിന്നും ഇറങ്ങി വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനി ജയിലിലേക്ക് മാറ്റും. അതിനുശേഷം തെളിവെടുപ്പ് നടത്തിയതിനു ശേഷമായിരിക്കും ഇതിനകത്ത് തുടർ നടപടി എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതായത് ഇപ്പോൾ ജയിലിനകത്തേക്ക് കടത്തുകയാണ്, ജയിലിനകത്തേക്ക് കൊണ്ടുപോവുകയാണ് ഗോവിന്ദച്ചാമിയെ. വലിയ പോലീസ് സുരക്ഷയിലാണ് ഗോവിന്ദച്ചാമിയെ ജയിലിലേക്ക് പോലും എത്തിച്ചത്. ഇതിനകത്ത് ഇനി ഏതൊക്കെ രീതിയിലുള്ള സഹായമാണ് ലഭിച്ചത്, ഏത് രീതിയിലാണ് ജയിൽ ചാടിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു വ്യക്തതയോടും അതിനുശേഷമായിരിക്കും കോടതിയിലേക്ക് ഹാജരാക്കുന്ന നടപടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഗോവിന്ദച്ചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ 10ാം നമ്പർ ബ്ലോക്കിലാണ് ഗോവിന്ദച്ചാമിയെ പാർപ്പിച്ചിരുന്നത്. അതീവ സുരക്ഷാ മേഖല കൂടിയാണ് ഈ 10ാം നമ്പർ ബ്ലോക്ക്. അവിടെ ഏത് രീതിയിലാണ്, അതായത് ജനൽ കമ്പി മുറിച്ചത് എങ്ങനെയാണ്, അതിന് ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി, അതിനുശേഷം ഇന്ന് ഈ പുറത്തെ മതിലുൾപ്പെടെ ചാടിക്കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനമാണ്, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഗോവിന്ദച്ചാമി ചെയ്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കും. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ഗോവിന്ദച്ചാമിയെ എത്തിച്ചിരിക്കുന്നത്. ജയിലിനകത്തുള്ള ഈ വാതിൽ തുറന്നിട്ടില്ല. വാതിൽ തുറന്നു കഴിഞ്ഞാൽ ഗോവിന്ദച്ചാമിയും കൊണ്ട് ഈ അന്വേഷണ സംഘം ഇതിനകത്തേക്ക് കടന്നു പോകും. കടന്നു പോയതിനു ശേഷമായിരിക്കും ഇതിനകത്ത് മറ്റ് തുടർ നടപടികൾ, തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുക. ജയിൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട കാര്യങ്ങളിൽ, അല്ലെങ്കിൽ അവരുടെ ഉൾപ്പെടെ ഒരു മേൽനോട്ടം നമുക്ക് ഈ തെളിവെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ജയിൽ എന്ന് പറയുന്നത് അതീവ സുരക്ഷാ മേഖലയാണ്. ഈ പറയുന്ന പ്രദേശമൊക്കെ പോലീസിൻ്റെ പരിധിയിൽ വരുന്ന മേഖലയാണ് എങ്കിൽ കൂടിയും ജയിലിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണം, തെളിവെടുപ്പൊക്കെ നടക്കണമെങ്കിൽ സ്വാഭാവികമായും ഇതിനകത്ത് ഒരു ജയിൽ അധികൃതരുടെ ഒരു നിർദ്ദേശവും ജയിൽ അധികൃതരുടെ ഒരു മേൽനോട്ടവും ഒക്കെ വേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിൽ മേൽനോട്ടമൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും
ഇപ്പോൾ ജയിലിനകത്തേക്ക് കടന്നിരിക്കുകയാണ്. ഗോവിന്ദച്ചാമി ജയിലിനകത്തേക്ക് കടന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഈ തെളിവെടുപ്പ് നടപടികൾക്ക് ശേഷം കോടതിയിലേക്ക് ഹാജരാക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇപ്പോൾ ഗോവിന്ദച്ചാമിയെ ജയിലിനകത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്.